കാർഡ്ബോർഡ് വെച്ച് ഒരു മിനി ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? പുസ്തകം പൊതിയുന്ന പൊതിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കാർഡ്ബോർഡ് റോൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നീളത്തിലുള്ള കാർഡ്ബോർഡ് മുറിച്ച് ഒരേപോലെയുള്ള 3-4 കഷ്ണങ്ങളാക്കി എടുക്കുക. ഏറ്റവും വലിയ പണിയായിട്ട് ഇതേ ഉള്ളൂ. അതിനുശേഷമുള്ള പണികളൊക്കെ സിമ്പിളാണ്. മുറിച്ചെടുത്ത കാർഡ്ബോർഡിലേക്ക് വെള്ളം പെയിൻറ് ചെയ്തതിന് ശേഷം അതിന് മുകളിലൂടെ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പെയിൻ്റ് എടുത്ത് പെയിൻറ് ചെയ്തെടുക്കാം. കാർഡ്ബോർഡിലേക്ക് പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും വെള്ളം കൊണ്ട് പെയിൻറ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റിങ് വൃത്തികേടായി പോകും. പെയിൻറ് ചെയ്ത കാർഡ്ബോർഡ് ഉണങ്ങാൻ വെച്ച ശേഷം 3 പേപ്പർ പീസുകൾ എടുക്കുക. ശേഷം അത് റോൾ ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കുക. 3 പേപ്പർ പീസുകൾ ഉപയോഗിച്ച് 3 സ്റ്റിക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 3 സ്റ്റിക്കുകളും മുഴുവനായി പെയിൻറ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് 3നെയും നമ്മൾ നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ അളവിൽ മുറിച്ചെടുക്കുക. പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചേർത്തൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ട് ഫ്ലവർ വേസ് റെഡിയായി. ആദ്യം കാർഡ്ബോർഡ് കഷ്ണങ്ങൾ 3ഉം വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്ത് പിടിച്ച് ഫെവിക്വിക്കോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേപ്പർ സ്റ്റിക്കുകൾ ഓരോന്നായി ഓരോ ഗ്യാപ്പിലും പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിനി ഫ്ലവർ വേസ് റെഡിയായി. ഇനി ഇതിൽ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ട് നിങ്ങൾക്കൊരു ഡെസ്ക് ഡെക്കറായിട്ട് ഉപയോഗിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പെന്നോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് ഒരു പെൻ ഹോൾഡറായിട്ടോ പെൻസിൽ ഹോൾഡറായിട്ടോ ഉപയോഗിക്കാം. പെന്നിലൊക്കെ എന്തായാലും അടിപൊളിയല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.